മലയാള സിനിമകളെ സംബന്ധിച്ച് ഓണം റിലീസുകൾക്ക് പ്രാധാന്യം കൂടുതലാണ്. ഒട്ടുമിക്ക താരങ്ങളുടെയും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഓണത്തിനാണ് തിയേറ്ററിൽ എത്താറുള്ളത്. ഇപ്പോഴിതാ ഇത്തവണത്തെ ഓണത്തിന് തിയേറ്ററുകളിൽ പൊടിപാറും മത്സരമായിരിക്കും. ഓണത്തിന് ഇനിയും മാസങ്ങൾ ഉണ്ടെങ്കിലും ഓണം റിലീസുകൾ ചർച്ചയാവുകയാണ്. പൃഥ്വിരാജിന്റെയും നിവിൻ പോളിയുടെയും ദുൽഖർ സൽമാന്റെയും തുടങ്ങി വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങളാണ് ക്ലാഷിന് എത്തുന്നത്. ഇവർക്കൊപ്പം കന്നി ചിത്രവുമായി വിസ്മയ മോഹൻലാലുമുണ്ട്. പൃഥ്വിരാജിന്റെ ഖലീഫയും നിവിൻ പോളിയുടെ ബദ്രയും കുടുംബ യൂണിറ്റും ദുൽഖർ സൽമാന്റെ അയാം ഗെയിമും സിനിമയാണ് ഓണത്തിന് തിയേറ്ററിലെത്തുന്നത്. ഇതുമൊന്നുമല്ല രസം. ഓണത്തിന് പടം ഏത് ഹിറ്റായാലും സന്തോഷം ഒരുപോലെയാണ്. ഈ സിനിമയ്ക്കുള്ളിലെ സസ്പെൻസ് കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ക്രാഷിന് ഒരുങ്ങുന്ന മിക്ക സിനിമകളും അണിയറയിൽ ഒരേ ആളുകളാണ് ഉള്ളത്. മോഹൻലാലിന്റെ രണ്ട് ചിത്രങ്ങളാണ് ഓണത്തിനെത്തുന്നത്. രണ്ടിലും ക്യാമിയോ വേഷത്തിലാണ് ലാലേട്ടൻ വരുന്നത്. ഖലീഫയും തുടക്കവുമാണ് മോഹൻലാൽ അതിവേഷത്തിൽ എത്തുന്ന ചിത്രം. ഇത് തുടക്കം വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ സിനിമയാണ്. ജൂഡ് ആന്റണി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിൽ മോഹൻലാൽ ഖലീഫയിലും എത്തുന്നുണ്ട്. 4 ചിത്രങ്ങളിൽ 3 എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന ചമൻ ചാക്കോയാണ്. ഖലീഫ, അയാം ഗെയിം സിനിമയ്ക്കാണ് ചമൻ ചാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. 4 ചിത്രങ്ങളിൽ 2 ജോമോൻ ഡിജോറി ആണ് ചിത്ര സംയോജനം നിർവഹിക്കുന്നത്. ഖലീഫയുടെ ചിത്ര സംയോജനം ജോമോൻ ഡിജോണാണ്. തുടക്കവും നിവിൻ പോളിയുടെ ബദ്ദഹയും യൂണിറ്റും ഇദ്ദേഹം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 4 ചിത്രങ്ങളുടെ ഖലീഫ, അയാം ഗെയിം, തുടക്കം എന്നീ സിനിമകൾ സംഗീതം നൽകുന്ന ജേക്ക് ജോയിയാണ്. 4 ചിത്രങ്ങളിൽ 2 ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന യാനിക് ബെൻ ആണെന്നും റിപ്പോർട്ടുകളുണ്ട്.